മാസങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും പ്രക്ഷോഭം ആരംഭിക്കുകയും ആ പ്രക്ഷോഭം തെരുവിലേക്ക് നീങ്ങുകയും അതിനുശേഷം അത് ഹിന്ദു വംശഹത്യയിലേക്ക്, ഹിന്ദു സന്യാസിമാരെ ആക്രമിക്കുക, അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുക, ആ ഒരു തുടർച്ച തന്നെയായിരുന്നു അന്ന് നാം കണ്ടത്. അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ല. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് ബംഗ്ലാദേശ് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, അന്ന് സംവരണ പ്രക്ഷോഭം നയിച്ച ജൻസി നേതാവ് അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വലിയ കലാപം ഉണ്ടായിരിക്കുന്നത്. കലാപത്തിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ ജൻസി നേതാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുള്ളതായും ആ കൊലപ്പെടുത്തിയവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതായും ചൂണ്ടിക്കാട്ടിയാണ് വലിയ രീതിയിൽ തന്നെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുള്ള അതിർത്തികളിൽ ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ബംഗ്ലാദേശിലെ ഓഫീസുകളിൽ അവിടെ ഈ ആക്രമണത്തിലുള്ള ശ്രമം നടത്തുക. അങ്ങനെ വലിയ പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഓരോ ഇന്ത്യക്കാരനെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നത്. അത് മതനിന്ദ ആരോപിച്ചാണ് ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം തല്ലി കൊല്ലുകയും പിന്നീട് ആ ഒരു സമീപത്തെ ഒരു പോസ്റ്റിൽ കെട്ടി കത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. തല്ലിക്കൊന്ന ശേഷമായിരുന്നു ഇത്തരം സംഭവം ഉണ്ടായത്. ആ യുവാവിന്റെ പേര് ദീപു ചന്ദ്ര ദാസ് എന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയെ അപമാനിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ഈ ദീപുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പിന്നാലെയാണ് കൂട്ടമായി എത്തി ഇയാളെ വളഞ്ഞു വെച്ച് വടികളും മറ്റും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച ശേഷം അതിലുള്ള ചിലർ പോലീസിനെ വിവരമറിയിച്ച പശ്ചാത്തലത്തിൽ പോലീസ് അവിടെ എത്തുമ്പോഴേക്കും ഈ യുവാവ് കൊല്ലപ്പെട്ട ശേഷവും ആ പക തീരാതെ, വൈരാഗ്യം മാറാതെ അവിടെ സംഘടിച്ചെത്തിയ മത തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ ഈ യുവാവിനെ പിന്നീട് കത്തിക്കുകയായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ, ഞാൻ അതാണ് തുടക്കം സൂചിപ്പിച്ചത്, സംവരണ പ്രക്ഷോഭകാലത്തും അവർ മറ്റാവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭം ആരംഭിക്കുകയും അവസാന ഘട്ടം അത് ഹിന്ദുക്കൾക്കെതിരായുള്ള ഒരു ആക്രമണമായി മാറുകയും ചെയ്തു. അത് തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കുന്നത്. അവർ ആ ജൻസി നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ സർക്കാരില്ലേ, ഒരു കാവൽ സർക്കാരുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പാവയായിരിക്കുന്ന മുഹമ്മദ് യൂനിസിന് എന്തേ അത്രയ്ക്ക് കഴിവില്ലേ? ആ ജൻസി നേതാവിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവില്ലെങ്കിൽ അത് തുറന്നു പറയണം. അല്ലാതെ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ തെളിവ് നൽകണം. ഇത് പാകിസ്ഥാന്റെ ഒരു രീതിയാണല്ലോ. പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടിയതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ബംഗ്ലാദേശിലും കാണുന്നത്. പാകിസ്ഥാന്റെ സ്വഭാവമാണ് അനാവശ്യമായി തങ്ങളുടെ രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഉദാഹരണം ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ബലൂചിസ്ഥാനിലെ സാധാരണക്കാർ വലിയ പട്ടിണിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവർക്ക് സ്വന്തം രാജ്യം വേണം, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, വികസനം വേണം, വിദ്യാഭ്യാസം വേണമെന്ന് ആവശ്യപ്പെട്ട് അവർ സമരം ചെയ്യുമ്പോൾ അവരെ അടിച്ചമർത്താനുള്ള ഒരു രീതി അവിടെ പാകിസ്ഥാൻ നടപ്പിലാക്കിയിരുന്നു. ആ രീതി നടപ്പിലാക്കുമ്പോൾ തിരിച്ചടി സ്വാഭാവികമാണ്. തിരിച്ചടി ഉണ്ടാകുമ്പോൾ പറയും ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്ന്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ രാജ്യത്തിനെതിരായി മാറുമ്പോൾ അത് ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുന്നത് നാം കുറച്ചു നാളുകളായി തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത്. ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രി അവിടെ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ വലിയ രീതിയിൽ തുണിത്തരങ്ങളുടെ കാര്യത്തിലും വ്യവസായപരമായും വലിയ ഉന്നതിയിലേക്ക് ഉയർച്ച കാണിച്ചിരുന്ന ഒരു സർക്കാർ, ഒരു ഗവൺമെന്റ്, അതിനെ ജമാഅത്തെ ഇസ്ലാമി അനാവശ്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മതനിയമം നടപ്പിലാക്കാൻ വേണ്ടി മതം തിന്ന് ജീവിക്കുന്നവരെ പാകിസ്ഥാനെ, അഫ്ഗാനിസ്ഥാനെ പോലെ ബംഗ്ലാദേശിനെ മാറ്റുവാനുള്ള ഒരു ശ്രമത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നുവെന്ന് ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ സമരം ആരംഭിക്കുക. സമരം അവസാന ഘട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു. വിജയിച്ച ശേഷം എന്ത് സംഭവിച്ചു? അവിടുത്തെ സാധാരണക്കാർ, സ്ത്രീകൾക്കുൾപ്പെടെ മതനിയമത്തിലേക്ക് പോവുകയാണ്. അവർ മതനിയമങ്ങളിൽ അടിമപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഷെയ്ഖ് ഹസീന എന്ന നേതാവിന്റെ വില അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കിയാലും എല്ലാ ഘട്ടങ്ങളിലും നാം കണ്ടിട്ടുള്ളത് പോലെ തന്നെ
ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. എല്ലാം കൈവിട്ട് പോയൊരു അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശ് ഇന്ന് പോകുന്നത്. അഫ്ഗാനിസ്ഥാനെ പോലെ വൈകാതെ തന്നെ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായി നിന്ന, ഇന്ത്യക്ക് പല സംഭാവനകൾ ചെയ്തിട്ടുള്ള, ഇന്ത്യയിലെ പല പ്രമുഖരും തങ്ങളുടെ ജനനം കൊണ്ട് പുണ്യമാക്കി മാറ്റിയ ആ മണ്ണിന്ന് മത തീവ്രവാദികൾ കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിൽ നിന്നും എങ്ങനെ പുറത്തു വരാമെന്ന് അവിടുത്തെ യുവാക്കളാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ നാം ഈ ദീപുവിന്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അറിയാം, ഈ മതത്തിന്റെ പേരിൽ ആ ദീപു എന്ന ഹൈന്ദവ യുവാവിനെ കൊലപ്പെടുത്താൻ മുന്നിൽ നിൽക്കുന്ന യുവാക്കളാണ്. ആ യുവാക്കളല്ലേ ഇനി നാളെ വളർന്ന് അവിടെ നേതാക്കളായി മാറാനുള്ളത്. അങ്ങനെ പൂർണ്ണമായി തന്നെ മതത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞു ബംഗ്ലാദേശ്. പക്ഷെ ആ ബംഗ്ലാദേശിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ സാമ്പത്തികമായി മുന്നോട്ട് നിന്ന ആ രാജ്യം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഓരോ കാലഘട്ടത്തിലും വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ പിണക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലായാലും, ജലത്തിന്റെ കാര്യത്തിലായാലും, ഭക്ഷ്യസാധനങ്ങളുടെ കാര്യത്തിലായാലും ഈ ചെറിയ രാജ്യങ്ങളെല്ലാം ഇന്ത്യ ആശ്രയിച്ച് നിൽക്കുന്നു. അതിന് സംശയമുള്ളവർ മാലിയോട് ചോദിച്ചാൽ മനസ്സിലാകും. ചൈനയുടെ പിന്തുണയോടുകൂടി തന്നെ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ഇറങ്ങിത്തിരിച്ച ആ കൊച്ചു രാജ്യത്തിന്റെ ഇന്ന് അവസ്ഥയോ സാമ്പത്തികമായി വലിയ തകർച്ചയിലല്ലേ? ടൂറിസം തകർന്നില്ലേ? മോദി ആ രാജ്യം ഇന്ത്യക്കെതിരെ വന്നപ്പോൾ മോദി ആ രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയില്ല, വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല, അനാവശ്യമായി ഒരു വിവാദത്തിനും അദ്ദേഹം ഇറങ്ങിത്തിരിച്ചില്ല. മറിച്ച് അദ്ദേഹം ടൂറിസവുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലേക്ക് എത്തുകയും അവിടെ നിന്ന് 5-6 ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ ചിത്രങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ ലക്ഷദ്വീപിൽ ടൂറിസം വളരുകയും മാലിദ്വീപിൽ ടൂറിസം തളരുകയും ചെയ്തില്ലേ? അതിലൂടെ തന്നെ ആ രാജ്യത്തിന് മനസ്സിലായി, പഴയ ഇന്ത്യയല്ല നിലവിലെ ഇന്ത്യ. മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണല്ലോ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ, നരേന്ദ്രമോദിയെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആ രാജ്യത്തേക്ക് ക്ഷണിച്ചില്ലേ? അതൊരു സന്ദേശമാണല്ലോ. ഇന്ത്യയെ നമ്മളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു, ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമെന്നൊരു സന്ദേശമല്ലേ? പക്ഷെ സന്ദേശം നൽകുമ്പോഴും അത് വൈകിയ കാലഘട്ടത്തിലാണ്. അപ്പോൾ അത്തരമൊരു നീക്കം തന്നെയാണ് ഈ ബംഗ്ലാദേശിലും ഉണ്ടാകുന്നത്. ഇന്ത്യക്കാർക്കെതിരെ, ഇന്ത്യൻ സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ വിവാദ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രാജ്യം ഓരോ കാലഘട്ടം കഴിയുമ്പോഴും, ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ തിരിച്ചടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുന്നത്. അതിൽ വേറെ തർക്കമില്ല. അങ്ങനെ ഒരു സാഹചര്യം വൈകാതെ തന്നെ അവിടെ ഉണ്ടാകും. ഇനി തന്നെ വൈകേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഈ സംഘർഷങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണല്ലോ അവർ കൊള്ളയടിക്കുകയോ തകർക്കുകയോ ചെയ്യുന്നത് അവിടുത്തെ ഭീകരവാദികൾ. ഇതിന് തടയിടാൻ ഷെയ്ഖ് ഹസീന തന്നെ തിരിച്ചു വന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നൊരു ചിന്ത ഇപ്പോൾ തന്നെ ആ രാജ്യത്തെ ജനങ്ങൾക്കിടയിലുണ്ട്. മുഹമ്മദ് യൂനിസിന് ചില വിദേശ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ കുറെ കാലം അവിടെ ഭരിക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാക്കുക. എന്തായാലും ബംഗ്ലാദേശ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധി പലവിധമാണ്. സംഘർഷങ്ങൾ രൂക്ഷമാകുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് എല്ലാം കൈവിട്ടു പോയൊരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്.